ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റോമൽ ഇറിഗേഷൻ, അതായത് കൊളോസ്റ്റമി ഇറിഗേഷനെ പറ്റിയാണ്. എന്താണ് കൊളോസ്റ്റമി ഇറിഗേഷൻ? അത് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? ഇത് ചെയ്താൽ എന്തെങ്കിലും ദോഷവശങ്ങളുണ്ടോ? ഇത് ആർക്കൊക്കെ ചെയ്യാൻ സാധിക്കും? തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. കൊളോസ്റ്റമി ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റോമ വഴി വൻകുടലിലേക്ക് വെള്ളം കടത്തിവിടുകയും അതുവഴി വൻകുടലിലുള്ള വിസർജ്യ വസ്തുക്കളെ ക്ലീൻ ചെയ്ത് പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന പ്രക്രിയയാണ് സ്റ്റോമ ഇറിഗേഷൻ അഥവാ കൊളോസ്റ്റമി ഇറിഗേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു സ്റ്റോമയുള്ള വ്യക്തിക്ക് ഒരു ദിവസം ചിലപ്പോൾ 3-4 തവണ അല്ലെങ്കിൽ അതിൽ കൂടുതൽ തവണ മോഷൻ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരറിയാതെ തന്നെ ആ സമയങ്ങളിൽ മോഷൻ പോകുകയും സ്റ്റോമ ബാഗിൽ അത് വന്ന് കളക്ട് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ കൊളോസ്റ്റമി ഇറിഗേഷൻ ചെയ്യുന്നത് കൊണ്ട് ആ സമയത്ത് മാത്രമേ ശോധന നടക്കുന്നുള്ളൂ. അടുത്ത ദിവസം വീണ്ടും സ്റ്റോമൽ ഇറിഗേഷൻ ചെയ്യുമ്പോൾ വീണ്ടും ശോധന സാധ്യമാകുന്നു. അപ്പോൾ ഇതുവഴി ഈ സ്റ്റോമൽ ഇറിഗേഷൻ ചെയ്യുന്നത് വഴി ആ വ്യക്തിക്ക് സ്റ്റോമ വഴിയുള്ള ശോധനയ്ക്ക് ഒരു റെഗുലേഷൻ കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി സ്റ്റോമൽ ഇറിഗേഷൻ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3-4 തവണ സ്റ്റോമ വഴി നമ്മൾ അറിയാതെ തന്നെ മോശം പോയിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ശോധന ഒരു നേരമായിട്ട് കുറയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇറിഗേഷൻ ചെയ്യുന്ന സമയത്ത് മാത്രമേ ശോധന സാധ്യമാകുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഇവർക്ക് കിട്ടുന്ന പ്രയോജനം? ഒരു ബെറ്റർ കൺട്രോൾ കിട്ടുകയാണ്. സ്റ്റോമ വഴിയുള്ള ശോധനയ്ക്ക് ഒരു ബെറ്റർ കൺട്രോൾ കിട്ടുന്നു. അതാണ് ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെ അവർക്ക് ഒരു ചെറിയ പൗച്ച് മതിയിനി, അതായത് എപ്പോഴും മോശം വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ബാഗുകൾ കൂടുതൽ വാങ്ങിച്ചു വെക്കണം, വലിയ ബാഗുകൾ ഫിറ്റ് ചെയ്ത് വെക്കണം, അത് നിറഞ്ഞ ഉടനെ എംറ്റി ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ആ വ്യക്തിക്ക് ഇനി ഇറിഗേഷൻ ചെയ്യുന്ന സമയത്ത് മാത്രമേ മോശം പോവുകയുള്ളൂ. അപ്പോൾ ഒരു മിനി പൗച്ചോ അല്ലെങ്കിൽ ഒരു സ്റ്റോമൽ ക്യാപ്പ് എന്ന് പറയുന്ന ഒരു സാധനമോ അല്ലെങ്കിൽ ഒരു ഡ്രസ്സിങ് പാഡോ വെച്ചുകൊണ്ടൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൂടെ നമ്മൾ നേരത്തെ പല പ്രാവശ്യം മോശം പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പലർക്കും ഒരു ആശങ്ക ഉണ്ടാകുന്നുണ്ടായിരുന്നു. എന്താണ്? ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാകുന്നു. നമ്മൾ ചില ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുന്നു. ആ ഗ്യാസ് വന്ന് വയറിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, അല്ലെങ്കിൽ ബാഗിൽ വന്ന് നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ബാഗിൽ മോശം കിടക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല് പുറത്തേക്ക് വരുമോ, ലീക്ക് ചെയ്യാൻ സാധ്യതയുണ്ടോ, ഇങ്ങനെ ഒരുപാട് ആങ്സൈറ്റികൾ ഈ വ്യക്തിക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ ആങ്സൈറ്റികളെല്ലാം ഇവിടെ മാറിക്കിട്ടുകയാണ്. ആ ഇറിഗേഷൻ ചെയ്യുന്ന സമയത്ത് മോശം പോയി കഴിഞ്ഞാൽ പിന്നെ മോശം വരാത്തത് കൊണ്ട് ഇവരുടെ ഈ ആങ്സൈറ്റി എല്ലാം മാറും. ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. ബാഗിൽ മോശം കിടക്കാത്തതുകൊണ്ട് സ്മെല്ലിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല, ലീക്കിങ്ങിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അവർക്ക് എന്താ കിട്ടുന്നത്? ഒരു ഫീലിംഗ് ഓഫ് കംഫർട്ടാണ്. നല്ലൊരു മെൻ്റൽ ഫീലിംഗ് ഓഫ് കംഫർട്ട് അവർക്ക് തന്നെ ഉണ്ടാകുകയാണ് ഈ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുമ്പോൾ തന്നെ. അതുപോലെ ഈ സ്റ്റോമയിൽ കൂടി മോശം പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ എപ്പോഴും ഹൈജീനിക് അല്ല, നമ്മൾ ക്ലീൻ അല്ല എന്നൊക്കെ ഒരു തോന്നൽ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തോന്നലും മാറിക്കിട്ടുകയാണ്. ഇവിടെ കുറച്ചുകൂടെ ക്ലീനാണ്, സ്റ്റോമയും ചുറ്റുമുള്ള സ്ഥലവും ഒക്കെ കുറച്ചുകൂടെ ക്ലീനാണെന്ന് അവർക്ക് തന്നെ ഒരു തോന്നലുണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ ഇതിലൂടെ ഈ മാനസികമായിട്ടുള്ള ആങ്സൈറ്റി എല്ലാം കുറയുമ്പോൾ തന്നെ ദേ വിൽ ഗെറ്റ് എ ബെറ്റർ സ്ലീപ്പ്, അല്ലേ? നല്ലൊരു സുഖകരമായ ഉറക്കത്തിന് ഇതിന് സഹായമാകുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവരുടെ കോൺഫിഡൻസ് ലെവൽ, അതായത് ആത്മധൈര്യം, ആത്മവിശ്വാസം നല്ല ഒരു ലെവലിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഈ ആങ്സൈറ്റി വരുമ്പോൾ നമുക്ക് നല്ലപോലെ ആത്മവിശ്വാസം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുന്നതോടുകൂടി അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. അപ്പോൾ അതിലൂടെ എന്താണ്? അവരുടെ ജീവിത നിലവാരം തന്നെ അവർക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും. കാരണം ഈ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുമ്പോൾ അവർക്ക് നല്ല സോഷ്യലി അവർക്കൊരു നല്ല കംഫർട്ട് ഉണ്ടാകുകയാണ്. മറ്റുള്ളവരുടെ അടുത്ത് ഇടപെടാൻ, അല്ലെങ്കിൽ വല്ല ഫംഗ്ഷനൊക്കെ പങ്കെടുക്കാൻ, അതിനൊക്കെയുള്ള ഒരു ആത്മവിശ്വാസം അവർക്ക് കൂടുന്നു ഇതിലൂടെ. അപ്പോൾ ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫാണ് അവർക്ക് ഇതിലൂടെ നേടാൻ സാധിക്കുന്നത്. പിന്നെ നമുക്ക് തന്നെ ഈ സ്റ്റോമൽ ഇറിഗേഷൻ എപ്പോഴാണ് ചെയ്യേണ്ടതെന്നുള്ള സമയം കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. ഇത് റെഗുലറായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് ഒരു ദിവസം ചിലർ ദിവസവും ചെയ്യും, ചിലർ ഓൾട്ടർനേറ്റ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ചെയ്യും.
ചിലർ 2 ദിവസം കൂടുമ്പോഴാണ് ഇറിഗേഷൻ ചെയ്യുന്നത്. അത് അവരുടെ സൗകര്യമനുസരിച്ച് അവർക്ക് നിജപ്പെടുത്താം. പക്ഷേ അതിലും കൂടുതൽ അങ്ങോട്ട് പോയാൽ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് കുറയും എന്നുള്ളതാണ്. അപ്പോൾ റെഗുലറായിട്ട് ഡെയിലി ചെയ്യാം, ഓൾട്ടർനേറ്റ് ഡേയ്സ് ചെയ്യാം, അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ അവർക്ക് ഇത് സ്റ്റോമൽ ഇറിഗേഷൻ ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യുന്നതിന് ഏത് ദിവസമാണോ ചെയ്യുന്നത് ആ ദിവസം ഒരു പ്രത്യേക സമയം നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. നമ്മൾ രാവിലെയാണ് ഇറിഗേഷൻ ചെയ്യുന്നതെങ്കിൽ എല്ലാ ദിവസവും രാവിലെ തന്നെ ചെയ്യുക. അതല്ല നമുക്ക് സൗകര്യപ്പെടുന്നില്ല, നമുക്ക് പെട്ടെന്ന് ജോലിക്ക് പോകണം, അല്ലെങ്കിൽ വീട്ടിൽ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് വൈകിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു സമയം നിജപ്പെടുത്താനും ആ വ്യക്തിക്ക് തന്നെ സാധിക്കുന്നു എന്നുള്ളതും വളരെയേറെ ഒരു ബെനിഫിറ്റ് കൊടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ നിന്നുണ്ടാകുന്ന പ്രയോജനങ്ങളെന്ന് പറയുന്നത്. എല്ലാ കാര്യത്തിനും നമ്മൾ ഒരു ഗുണവും ദോഷവും കണ്ടുപിടിക്കും, അല്ലേ? ഇവിടെ ദോഷമെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത് ഏറ്റവും സേഫായിട്ടും സുരക്ഷിതമായിട്ടുള്ള ഒരു മാർഗ്ഗമാണ്, കാര്യക്ഷമമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഈ സ്റ്റോമൽ ഇറിഗേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഇതിൻ്റെ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ രാവിലെ സമയം കിട്ടില്ല എന്ന് പറയത്തില്ലേ, അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റോമൽ ഇറിഗേഷൻ ചെയ്യണമെങ്കിൽ ഏകദേശം 1 മണിക്കൂറോളം സമയം നമുക്ക് വേണ്ടി വരുന്നു. അതായത് നമ്മൾ എടുക്കുന്ന വെള്ളം ഈ സ്റ്റോമ വഴി വൻകുടലിലേക്ക് കടത്തിവിടാൻ ഒരു കുറച്ച് സമയം വേണം. അതിനുശേഷം ആ വൻകുടലിനെ എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ട് ഈ ഉള്ളിലുള്ള വിസർജ്യ വസ്തുക്കളെ മോഷനെല്ലാം അടിച്ച് കലക്കി പുറത്തേക്ക് പോകണം. അപ്പോൾ ഇതിനെല്ലാം കൂടി നമുക്ക് ഏകദേശം 1 മണിക്കൂറോളം സമയം വേണ്ടി വരുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നമായിട്ട് ചില വ്യക്തികൾ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് നമുക്ക് സൗകര്യാർത്ഥം രാവിലെ വേണമെങ്കിൽ രാവിലെ ചെയ്യാം, വൈകിട്ട് വേണമെങ്കിൽ വൈകിട്ട് ചെയ്യാം. അപ്പം രാവിലെയാണോ വൈകിട്ടാണോ എന്നുള്ളത് നമ്മൾ തന്നെ കണ്ടുപിടിച്ചാൽ മതി. പിന്നെ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോമൽ ഇറിഗേഷൻ ചെയ്യുന്നത് എപ്പോഴും ഫോംഡ് സ്റ്റൂൾ, അതായത് സോളിഡായിട്ടുള്ള ഖരരൂപത്തിലുള്ള മോഷൻ വരുന്ന കൊളോസ്റ്റമി ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഈ സ്റ്റോമൽ ഇറിഗേഷൻ ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. ലൂസായിട്ട് മോഷൻ വരുന്നിടത്ത് ഈ സ്റ്റോമൽ ഇറിഗേഷൻ ചെയ്താൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു പ്രയോജനം നമുക്ക് കിട്ടുന്നില്ല. അതും ഒരു ദോഷകരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പല വ്യക്തികളും പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ മാത്രമേ ഇതിൽ നിന്നുള്ള ഡിസഡ്വാൻറ്റേജസ് ഉള്ളൂ. അതിൽ കൂടുതലാണ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൂടെ അവർക്ക് നല്ല ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് കിട്ടുന്നു എന്നുള്ളത് ഏറ്റവും വലിയ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ സ്റ്റോമൽ ഇറിഗേഷൻ ചെയ്യാൻ പറ്റിയ ഐഡിയൽ ആയിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണ്, ഏതൊക്കെ ഓസ്റ്റമേറ്റ്സിനാണ് ഐഡിയലായിട്ടും ഇത് നമുക്ക് സ്റ്റോമൽ ഇറിഗേഷൻ സാധ്യമാകുന്നത്? അതായത് ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫോംഡ് സ്റ്റൂൾ വരുന്ന, അതായത് ഖരരൂപത്തിൽ മോഷൻ വരുന്ന ഭാഗത്ത് സ്റ്റോമ, അങ്ങനെയുള്ള സ്റ്റോമ, അതായത് എൻഡ് സ്റ്റോമ എന്ന് പറയും. നമ്മുടെ വൻകുടലിൻ്റെ ഇടതുഭാഗത്തും അതുപോലെ തന്നെ താഴെ അറ്റത്തും കൺസ്ട്രക്റ്റ് ചെയ്യുന്ന സ്റ്റോമ, അതായത് ഡിസെൻഡിങ് കൊളോസ്റ്റമി അല്ലെങ്കിൽ സിഗ്മോയിഡ് എൻ കൊളോസ്റ്റമി, ഇങ്ങനെയുള്ള വ്യക്തികളിലാണ് ഈ സ്റ്റോമൽ ഇറിഗേഷൻ കൊണ്ട് കൂടുതലായിട്ട് ബെനിഫിറ്റ് ഉണ്ടാകുന്നത്. അതായത് ഖരരൂപത്തിലുള്ള മോഷൻ ആയിരിക്കണം അതിൽ കൂടി വരുന്നത്. ലൂസ് ടൂളാണ് വരുന്നതെങ്കിൽ നമ്മൾ ഈ സ്റ്റോമൽ ഇറിഗേഷൻ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഗുണം കിട്ടത്തില്ല. അതിന് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ മോഷൻ വന്നെന്നിരിക്കും, ലൂസായിട്ടുള്ള സ്റ്റൂളാണ് വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ. അതുകൊണ്ടാണ് പറഞ്ഞത് ഫോംഡ് സ്റ്റൂൾ വരുന്ന സ്റ്റോമയുള്ള വ്യക്തികളിലാണ് ഈ സ്റ്റോമൽ ഇറിഗേഷൻ സാധ്യമാകുന്നത്. അതാണ് ഐഡിയൽ ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് 1 hour വേണമെന്ന് പറഞ്ഞു, അപ്പോൾ അതിനുള്ള ടൈം വേണം, അത്രയും സമയം എടുത്ത് നമുക്ക് സ്റ്റോമൽ ഇറിഗേഷൻ ചെയ്യാൻ സാധിക്കണം, അതിനുള്ളൊരു ക്ഷമയുണ്ടാകണം. അങ്ങനെയുള്ള വ്യക്തികൾക്ക് സ്റ്റോമൽ ഇറിഗേഷൻ ചെയ്യുന്നത് കൊണ്ട് പ്രയോജനമുള്ളൂ, അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഒരാളെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് സെൽഫായിട്ടാണ് സ്റ്റോമൽ ഇറിഗേഷൻ ചെയ്യുന്നതെങ്കിൽ അവർക്ക് നല്ല കാഴ്ചശക്തി ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ സ്റ്റോമയിൽ വഴി നമുക്ക് ഈ ഇറിഗേഷൻ സാധനങ്ങൾ ഉപയോഗിക്കാനും അതൊക്കെ വെള്ളം കടത്തിവിടാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ നല്ലൊരു കാഴ്ചശക്തിയും ഒരല്പം ഹെൽത്തി ആയിട്ട് നമ്മുടെ ആരോഗ്യപരമായിട്ടും സ്വല്പം കഴിവൊക്കെ ഉള്ളവർക്കാണ് ഇത് ചെയ്യാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു സപ്പോർട്ടോടു കൂടി അല്ലെങ്കിൽ അസിസ്റ്റൻസോടു കൂടി മാത്രമേ നമുക്ക് സ്റ്റോമൽ ഇറിഗേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവരാണ് ഐഡിയൽ ആയിട്ടുള്ളത്. ഇനി ഏതൊക്കെ ആൾക്കാർക്ക് ചെയ്തുകൂടാ, സ്റ്റോമൽ ഇറിഗേഷൻ ചെയ്തുകൂടാ, നോട്ട് റെക്കമെൻഡഡ്, ആർക്കൊക്കെയാണ് നമ്മൾ സ്റ്റോമൽ ഇറിഗേഷൻ റെക്കമെൻഡ് ചെയ്യാത്തത്, അത് നോക്കാം. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞ പോലെ ലൂസ് ടൂൾ വരുന്ന,
സ്റ്റോമയുള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് ഇതുകൊണ്ട് സ്റ്റോമൽ ഇറിഗേഷൻ ചെയ്യുന്നതുകൊണ്ട് പ്രയോജനമില്ല. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റോമൽ ഇറിഗേഷൻ ചെയ്താൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകത്തില്ല. കാരണം റേഡിയേഷൻ ആണെങ്കിലും കീമോതെറാപ്പി ആണെങ്കിലും അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നതൊക്കെ തന്നെ ശാരീരികമായിട്ടുള്ള ക്ഷീണം, മോശം പോകുന്നത്, ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ആകാം, ചിലപ്പോൾ ലൂസ് സ്റ്റൂൾ ആകാം. അപ്പോൾ അങ്ങനെയുള്ള ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ കഴിയുന്നതും ഈ സ്റ്റോമൽ ഇറിഗേഷൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പിന്നെ ഓൾഡ് ഏജ്, വളരെയധികം പ്രായമുള്ളവരിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യാത്തത് അവർക്കും അവരുടെ വയറിനുള്ളിലുള്ള പേശികളെന്ന് പറയുന്നത് അതിൻ്റെയൊക്കെ ശക്തി കുറഞ്ഞിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയേക്കാം. അതുകൊണ്ട് ഓൾഡ് ഏജിലും അതുപോലെ കൊച്ചു കുട്ടികളിലും നമ്മൾ സ്റ്റോമൽ ഇറിഗേഷൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പിന്നെ ഉള്ള അടുത്ത വ്യക്തി എന്ന് പറയുന്നത് സൈക്കാട്രിക് പേഷ്യൻ്റ്, എന്തെങ്കിലും മാനസികമായിട്ട് അസുഖങ്ങളുള്ളവരോ മാനസികമായിട്ട് ബുദ്ധിമുട്ടുകളുള്ളവരോടോ നമ്മൾ സ്റ്റോമൽ ഇറിഗേഷൻ അവർക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളിൽ നമ്മൾ സ്റ്റോമൽ ഇറിഗേഷൻ ചെയ്യാൻ അവരെ എൻകറേജ് ചെയ്യുന്നില്ല. വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഹാർട്ട് ഡിസീസ് ഉള്ളവരെ അല്ലെങ്കിൽ റീനൽ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളവരെ അങ്ങനെയുള്ളവർക്ക് ഡോക്ടറുടെ നിർദ്ദേശം സ്വീകരിച്ചതിന് ശേഷം മാത്രമേ സ്റ്റോമൽ ഇറിഗേഷൻ ചെയ്യാവൂ എന്ന് നമ്മൾ പ്രത്യേകം നിർദ്ദേശം കൊടുക്കും. കാരണം അവരുടെ ഡോക്ടർക്കാണ് അപ്പോൾ ആ പ്രശ്നങ്ങളെപ്പറ്റി കൂടുതൽ അറിയാവുന്നത്. അപ്പോൾ അവർക്കുള്ള ശാരീരികമായിട്ടുള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ സ്റ്റോമൽ ഇറിഗേഷൻ ചെയ്യുമ്പോൾ, അതായത് വെള്ളം ഉള്ളിലേക്ക് കടത്തി വിടുമ്പോൾ ഈ അസുഖങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്നുള്ളത് ആ ഡോക്ടേഴ്സിന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളിൽ നമ്മൾ പറയുന്നത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ സ്റ്റോമൽ ഇറിഗേഷൻ ചെയ്യാവൂ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അപ്പോൾ മനസ്സിലായല്ലോ ആർക്കൊക്കെ ചെയ്യാം, ആർക്കൊക്കെ ചെയ്യരുത് എന്നുള്ളത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമുക്ക് അടുത്തത് പറയാനുള്ളത് ഈ സ്റ്റോമൽ ഇറിഗേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്നുള്ളതാണ്. അതാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്. അതായത് സ്റ്റോമൽ ഇറിഗേഷൻ ചെയ്യുന്നത് നമ്മൾ ഇത് ഡെയിലി ആണ് ചെയ്താലും ഓൾട്ടർനേറ്റ് ഡേയ്സ് ആണെങ്കിലും 2 ദിവസം കൂടുമ്പോഴാണ് ചെയ്യുന്നതെങ്കിലും നമ്മൾ ഒരേ ടൈമിൽ തന്നെ ചെയ്യുക എന്നുള്ളത് വളരെ പ്രത്യേകത ഉള്ള കാര്യമാണ്. അതുപോലെ തന്നെ ടാപ്പ് വാട്ടർ, നമുക്ക് കുടിക്കാൻ ഉപയോഗിക്കുന്ന ടാപ്പ് വാട്ടർ നമുക്ക് സ്റ്റോമൽ ഇറിഗേഷന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ആ വാട്ടർ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ടാപ്പ് വാട്ടർ ചിലപ്പോൾ തണുത്തതായിരിക്കാം. ആ തണുത്ത വെള്ളം നമ്മുടെ വയറിനുള്ളിലേക്ക് പോകുമ്പോൾ എല്ലാവരുടെയും ശാരീരിക സ്ഥിതിയും അല്ലെങ്കിൽ വയറിനും ഒരുപോലെ ആയിരിക്കില്ല. വയറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പലർക്കും പല രീതിയിലായിരിക്കും ഇത് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ചിലർക്ക് ഈ തണുത്ത വെള്ളം വൻകുടലിലേക്ക് കടത്തി വിടുമ്പോൾ ചിലർക്ക് ഛർദി വരാം, ചിലർക്ക് അബ്ഡോമിനൽ പെയിൻ വരാം, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നങ്ങൾ, മസിൽ ക്രാംസ് വരാം, അവിടെയുള്ള പേശികൾ ചുരുങ്ങാം തണുപ്പ് കൂടുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ ഈ ടാപ്പ് വാട്ടർ ഉപയോഗിച്ചാലും അതിൻ്റെ തണുപ്പ് ജസ്റ്റ് ഒന്ന് മാറ്റി ഇളം ചൂടുവെള്ളമാക്കി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. നമുക്കൊരു 500 തൊട്ട് 1500 ml വരെ വെള്ളം നമ്മുടെ വൻകുടലിലേക്ക് കടത്തിവിടാൻ സാധിക്കും. അതുപോലെ വേറൊരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ ഈ തണുത്ത വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തവർ ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിക്കുക. അതുപോലെ വെള്ളം ഉള്ളിലേക്ക് കടത്തി വിടുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് കടത്തി വിടാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സ്റ്റോമാ കെയർ നേഴ്സോ അല്ലെങ്കിൽ ഡോക്ടേഴ്സോ നിങ്ങൾക്ക് എങ്ങനെയാണ് സ്റ്റോമൽ ഇറിഗേഷൻ ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു തരും. അപ്പോൾ അതിനകത്ത് അവർ പ്രത്യേകം പറഞ്ഞു തരും എത്ര സമയം എടുത്താണ് നമ്മളുടെ ആ വെള്ളം നമ്മുടെ വൻകുടലിലേക്ക് കടത്തി വിടേണ്ടതെന്ന് പഠിപ്പിച്ചു തരും. അതേ രീതിയിൽ മാത്രം ഫോളോ ചെയ്യുക. അല്ലാതെ പെട്ടെന്ന് അങ്ങ് കഴിയട്ടെ, ഒരു ഹറിബറിയായിട്ട് പെട്ടെന്ന് വെള്ളം ഉള്ളിലേക്ക് അങ്ങ് പോകട്ടെ എന്ന് പറഞ്ഞ് ഫാസ്റ്റിൽ വെള്ളം കടത്തി വിട്ടാലും നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ഛർദി വരാം, അതുപോലെ മസിൽ ക്രാംസ് ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സിസ്റ്റർ അല്ലെങ്കിൽ സ്റ്റോമാ കെയർ നേഴ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്ററോ പറഞ്ഞു തരുന്ന രീതിയിൽ മാത്രം സ്റ്റോമയിലേക്ക് വെള്ളം കടത്തിവിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ സ്റ്റോമൽ ഇറിഗേഷൻ ചെയ്യുന്നതിന് മുൻപ്
ലൈറ്റായിട്ടുള്ള ഒരു മീൽസ് കഴിക്കുന്നതും നന്നായിരിക്കും. ഇപ്പോൾ ചിലർക്ക് ഫെയിൻറ്റിങ് അറ്റാക്ക് വരാം, കാരണം വെള്ളം പെട്ടെന്ന് ഉള്ളിലേക്ക് കടത്തി വിടുമ്പോൾ ഒരു തലക്കറക്കം പോലെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫെയിൻറ്റിങ് അറ്റാക്ക് പോലെയൊക്കെ ചിലപ്പോൾ അനുഭവപ്പെടാം. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ലൈറ്റായിട്ട്, ചിലപ്പോൾ ചായ കുടിക്കുന്നവരാണെങ്കിൽ അവർക്ക് ചായ കുടിക്കാം, 2 ബിസ്ക്കറ്റ് വേണമെങ്കിൽ അതിൻ്റെ ഒപ്പം കഴിക്കാം, അല്ലെങ്കിൽ രാവിലത്തെ പ്രാതൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ കുറച്ചളവിൽ അത് വേണമെങ്കിൽ കഴിക്കാം. ഇളം ചൂടുവെള്ളം, ചെറിയ ചൂടുവെള്ളം കുടിക്കാം. ഇൻ ബിറ്റ്വീൻ നമ്മൾ ഇറിഗേഷൻ ചെയ്യുന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തന്നെയും അവർക്ക് ഇടയ്ക്ക് ചൂടുവെള്ളം കുടിക്കാം. ഇതൊക്കെ അവരെ നല്ല സ്മൂത്തായിട്ട് വെള്ളം ഉള്ളിലേക്ക് പോകാനും എല്ലാം മോഷനെല്ലാം അടിച്ച് കലക്കി പുറത്തേക്ക് പോകാനും ഇതെല്ലാം അവരെ സഹായിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എന്തെങ്കിലും വെള്ളം നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ അവിടെ വെച്ച് ആ ഇറിഗേഷനെ സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം റിലാക്സ് ചെയ്ത് നമ്മളൊരു റെസ്റ്റ് എടുത്ത്, അല്ലെങ്കിൽ നമുക്കൊന്ന് മാനസികമായിട്ടും വീണ്ടും ഒരു തയ്യാറെടുത്തതിന് ശേഷം മാത്രം നമുക്ക് വീണ്ടും വെള്ളം ഉള്ളിലേക്ക് കടത്തിവിടാം. അപ്പോൾ നമുക്ക് ആ ബുദ്ധിമുട്ട് എന്തുകൊണ്ടുണ്ടായി എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ചിലപ്പോൾ സ്പീഡിൽ വെള്ളം വിട്ടിട്ടാണോ, തണുത്ത വെള്ളം കടത്തി വിട്ടിട്ടാണോ, നമുക്ക് എന്താണ് ബുദ്ധിമുട്ടുണ്ടായതെന്ന് മനസ്സിലാക്കുക. വീണ്ടും നമുക്ക് ആ ബുദ്ധിമുട്ട് റിപ്പീറ്റഡായിട്ട് വരികയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റോമാ കെയർ നേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ഡോക്ടറുടെ ഉപദേശം സ്വീകരിക്കുക. വീണ്ടും തുടരാനുള്ള ഒരു ഉപദേശം നിങ്ങൾ സ്വീകരിക്കുക. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് യാത്ര പോകുന്ന സ്ഥലത്ത് ചിലപ്പോൾ ഇറിഗേഷൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പോകുന്നത് വളരെ ഏർലി ആയിട്ട്, വളരെ വെളുപ്പിനെ പോകുന്നു ഒരു സ്ഥലത്ത് പോകേണ്ടി വരുന്നു. അപ്പോൾ നമുക്ക് അന്നത്തെ ദിവസം നമ്മൾ എന്നും രാവിലെ ചെയ്തുകൊണ്ടിരുന്നതാണെങ്കിൽ അന്നത്തെ ദിവസം നമുക്ക് ഇറിഗേഷൻ ഒഴിവാക്കാം. അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് ഇനി മോശം പോകാതിരിക്കുമോ അങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ബാഗ് നമ്മൾ സ്റ്റോമയിൽ ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ അതിനു വേണ്ടി വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് സൗകര്യപ്പെടാത്ത പക്ഷം നമുക്ക് സ്റ്റോമൽ ഇറിഗേഷൻ 1-2 ദിവസം സ്റ്റോപ്പ് ചെയ്ത് വെക്കുന്നത് കൊണ്ടും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. നമ്മൾ പോകുന്ന സ്ഥലത്ത് നമുക്ക് കൃത്യമായി നല്ല വെള്ളം, കുടിക്കുന്ന തരത്തിലുള്ള വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവിടെ വെച്ച് സ്റ്റോമൽ ഇറിഗേഷൻ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഏതെങ്കിലും വെള്ളം എടുത്ത് നമുക്ക് അറിഞ്ഞുകൂടാ അത് എത്രത്തോളം ശുദ്ധമായ വെള്ളമാണെന്ന് അറിയാത്തിടത്തോളം അത് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ വീട്ടിൽ തിരികെ എത്തിയതിന് ശേഷം നമുക്ക് ഇറിഗേഷൻ ചെയ്താൽ മതിയാകും. അപ്പോൾ അതിനുള്ള നമ്മൾ അധികമായിട്ടുള്ള സ്റ്റോമ ബാഗ് നമ്മുടെ കയ്യിൽ കരുതുക, അത്രമാത്രം ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്റ്റോമൽ ഇറിഗേഷൻ ചെയ്യുമ്പോൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കുക. എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും നമുക്ക് കുറച്ച് ദിവസം വേണമെങ്കിൽ സ്റ്റോമൽ ഇറിഗേഷൻ സ്റ്റോപ്പ് ചെയ്യാം. അതായത് ചിലർക്ക് ഹെർണിയ ഉണ്ട്, പ്രൊലാപ്സ് ഉണ്ട്. അങ്ങനെയുള്ള വ്യക്തികളിൽ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ വെള്ളം ഉള്ളിലേക്ക് കടന്നു പോയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നിങ്ങളുടെ സ്റ്റോമാ കെയർ നഴ്സിൻ്റെ ഉപദേശം തേടുക. അപ്പോൾ ആ സമയത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചെയ്യാതിരിക്കുക. അവരതിനുള്ള നിർദ്ദേശം നിങ്ങൾക്ക് തരും. അപ്പോൾ ഏത് രീതിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ കോണൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ വെള്ളം ഉള്ളിലേക്ക് കടത്തി വിടേണ്ടതെന്ന് അവർ പറഞ്ഞു മനസ്സിലാക്കി തരും. വേണ്ട നിർദ്ദേശം നിങ്ങൾ സ്വീകരിക്കുക. പിന്നെ നമ്മൾ എപ്പോഴും സ്റ്റോമ ഇറിഗേഷന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അതിൽ നമ്മളൊരു കോൺ എന്ന് പറയുന്ന അതിൻ്റെ ആ ട്യൂബിൻ്റെ ഒരു അറ്റത്ത് ഒരു കോൺ ഷേപ്പിലാണ് അതിൻ്റെ അറ്റം ഇരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഉള്ളിലേക്ക് വെച്ചാണ് നമ്മൾ വെള്ളം ഉള്ളിലേക്ക് കടത്തി വിടുന്നത്. അപ്പോൾ ആ കോണിൽ നമുക്ക് ലൂബ്രിക്കേറ്റ് ചെയ്യാം. കാരണം ചിലർക്കൊരു ആ കോണ് സ്റ്റോമയിലേക്ക് കടത്തി വെക്കുമ്പോൾ ഒരു ഡിസ്കംഫർട്ട് തോന്നാം. ആക്ച്വലി അതൊരു പെയിനെന്ന് പറയാൻ പറ്റില്ല, വേറൊരു ഫോറിൻ ബോഡി നമ്മുടെ ശരീരത്തിലേക്ക് കടത്തി വയ്ക്കുമ്പോൾ ചെറിയൊരു ഡിസ്കംഫർട്ട്. അങ്ങനെയുള്ളവർ അതിലൊന്നുകിൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ജെല്ലി സിസ്റ്റർ നിർദ്ദേശിച്ച് തരുന്ന ഏതെങ്കിലും ജെല്ലി അതിൽ പുരട്ടിയിട്ട് കോണ് ഉള്ളിലേക്ക് കടത്തുക. ചിലപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ആ കോൺ കടത്തി വെച്ചിട്ട് വെള്ളം കടത്തി വിടുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് ഉള്ളിലേക്ക് വെള്ളം പോയെന്നിൽ വരത്തില്ല, ചിലപ്പോൾ കുറച്ച് പുറത്തേക്ക് പോകും. അപ്പോൾ അത് ഗ്രാജുവലായിട്ട് നമ്മളത് പഠിച്ചു കഴിയുമ്പോഴേക്കും അത് നിങ്ങൾക്ക് റെഗുലറായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു 500 ml വെള്ളം എടുക്കാനാണ് നമ്മൾ പറയുക. ആദ്യമേ തന്നെ 1.5 ലിറ്റർ 1500 ml ഒക്കെ ഒന്നിച്ചെടുത്തങ്ങ് ചെയ്യാൻ നമ്മൾ നിർദ്ദേശിക്കുന്നില്ല. ആദ്യം ഒരു 500 ml എടുത്ത് സ്റ്റാർട്ട് ചെയ്യുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നെങ്കിൽ അത് നമ്മളുടെ സിസ്റ്ററിനോട് അല്ലെങ്കിൽ സ്റ്റോമാ കെയർ നഴ്സിനോട് പറഞ്ഞ് അതിനുള്ള പ്രതിവിധി എന്താണെന്ന് തേടുക. അതനുസരിച്ച് നമുക്ക് പതിയെ ഗ്രാജുവലായിട്ട് വെള്ളം കൂട്ടി ഏകദേശം 1.5 ലിറ്ററോളം വെള്ളം നമുക്ക് പിന്നെ റുട്ടീനായിട്ട് നമ്മുടെ വൻകുടലിലേക്ക് കടത്തിവിടാൻ സാധിക്കുന്നതാണ്. എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ഡോക്ടറുടെ അല്ലെങ്കിൽ സ്റ്റോമാ കെയർ നഴ്സിൻ്റെയോ ഉപദേശം നിങ്ങൾ തേടേണ്ടതാണ്. അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തിയറിയുടെ
ബേസിസിൽ, തിയറി ആയിട്ട് നമുക്ക് സ്റ്റോമ ഇറിഗേഷനെ പറ്റി പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് സ്റ്റോമൽ ഇറിഗേഷൻ പലരും എന്നോട് എഴുതി ചോദിച്ചിരുന്നു, സ്റ്റോമൽ ഇറിഗേഷൻ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ദോഷങ്ങൾ എന്തൊക്കെയാണ്, അതെല്ലാവർക്കും ചെയ്യാമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പലരും എഴുതി ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ മനസ്സിൽ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സംശയങ്ങളുണ്ടെങ്കിലും അതും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ്. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.